പാലോട് നവവധുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇന്ദുജയെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തി. മകൾ നേരിട്ടത് ക്രൂരമായ പീഡനമെന്ന് ഇന്ദുജയുടെ പിതാവ് ശശിധരൻ കാണി പറഞ്ഞു. പ്രതികരണം കേൾക്കാം. ഞായറാഴ്ചയായിരുന്നു. വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് പോയി. അവൻ കാറിൽ വരികയും എൻ്റെ മോളെ കൊണ്ടുപോവുകയും ചെയ്യണേ. ഇടതുവശത്ത് മുറിപ്പാടുണ്ടായിരുന്നു. അവൻ ഉപദ്രവിച്ചതാണ്. എൻ്റെ കൂടെ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ കൂടെ പറഞ്ഞ് അവൻ അടിച്ചതാണെന്ന് പറഞ്ഞു. അവൻ നിരന്തരം ഉപദ്രവമാണെന്ന് പറഞ്ഞു. മാരകമായ ഉപദ്രവം കൊണ്ടാണ് അവൻ കൊലപ്പെടുത്തിയത്. അഭിജിത്ത് അവൻ ഇളവട്ടം LPS സ്കൂളിൻ്റെ എതിർവശമെന്നാണ്. ജോലി എന്തായിരുന്നു അഭിജിത്തിന്? ജോലി ഞാൻ നമ്മളെ അടുപ്പിക്കുകയും ഇല്ല. കല്യാണത്തിന് ശേഷം നിങ്ങൾ അച്ഛനും അമ്മയും അവിടെ വീട്ടിൽ അടുപ്പിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊന്നുകളയെന്നാണ് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിക്കുന്നു. അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ബന്ധുക്കൾ പറയുന്നത് കൊലപാതകമാണ് എന്നാണ്, ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. പക്ഷേ ഇന്ദുജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കണ്ടിട്ടാണോ പോലീസ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് എത്തിയത്? അരുൺ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ അഭിജിത്തിന്റെ വീട്ടിൽ ഫോറൻസിക് പരിശോധന പോലീസ് നടത്തിയിരുന്നു. നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 ഇന്ദുജ ആത്മഹത്യ ചെയ്യുന്നത്. ഈ വീടിന്റെ ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ജനലിലാണ്, തൂങ്ങിയ നിലയിലാണ് ഈ അഭിജിത്ത് ഉച്ചയോടുകൂടി ഇന്ദുജയെ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഈ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ കാട്ടാക്കട DYSP ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ഈ സ്ഥലത്തെത്തി വീട് റൂമും ഒക്കെ പരിശോധന നടത്തിയിരുന്നു. 1 മണിക്കൂറായിരുന്നു നീണ്ട ഈ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ പോലീസ് ഇതൊരു പ്യുവർ സൂയിസൈഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു വിവരമാണ് ഇപ്പോൾ പാലോട് പോലീസ് CI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും അരുൺ, വീട്ടുകാരുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. കാരണം 2 ദിവസം പഴക്കമുള്ള പാടുകൾ ഇന്ദുജയുടെ ശരീരത്തിലുണ്ട്. അത് രാവിലെ തന്നെ ഈ സ്ഥലം തഹസിൽദാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഇൻക്വസ്റ്റ് നടപടികൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്നിരുന്നത്. അപ്പോൾ തന്നെ ഈ പാടുകൾ വ്യക്തമായിരുന്നു. ഇന്ദുജയുടെ ശരീരത്തിൽ വലം കൈയുടെ ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഖത്തും ഒരു പാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നെറ്റിയുടെ ഭാഗത്ത് ഈ പാടുകൾ 2 ദിവസം പഴക്കമുണ്ട് എന്നുള്ളത് പ്രധാനമായും പോലീസും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറെ നാളുകളായിട്ട് ഇന്ദുജയും അഭിജിത്തും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അരുൺ, ഇപ്പോൾ ഏറെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് ഈ കേസ് എത്തിയിരിക്കുന്നു. അരുൺ, ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഇവർ വിവാഹിതരാകുന്നത്. നിയമപരമായിട്ടുള്ളൊരു വിവാഹമായിരുന്നില്ല. ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 7-ാം തീയതി തന്നെ ഇന്ദുജയുടെ കുടുംബം പാലോട് പോലീസിൽ ഒരു പരാതി നൽകുന്നു, ഇന്ദുജയെ കാണാനില്ല എന്ന് പറഞ്ഞ്. തുടർന്ന് 10-ാം തീയതി ഇരുവരും പാലോട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പ്രായപൂർത്തി ആയതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പോലീസ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 മാസമാണ് ഇപ്പോൾ ഒരുമിച്ച് ജീവിച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറെ നാളായിട്ടുള്ള പ്രശ്നമുണ്ട്. അരുൺ, പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. പ്രധാനമായും ഈ കേസിൽ മറ്റൊരു പ്രതിയെ കൂടി ഇപ്പോൾ പാലോട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇന്ദുജയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഇന്ദുജയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ ഫോണിൽ പ്രധാനമായിട്ടുള്ള ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പാലോട് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ദുജ അവസാനമായിട്ട് വിളിച്ച ഒരു കോളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കാട്ടാക്കട DYSP ഷിബു നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇത് ആരാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഇതുവരെയുമായിട്ട് ഈ 1-ാം പ്രതിയായിട്ടുള്ള അഭിജിത്ത് ദേവിനെ ഇതുവരെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കുടുംബം ആരോപിക്കുന്നുണ്ട്. രാവിലെ തന്നെ ശശിധരൻ കാണി റിപ്പോർട്ടിനോട് പങ്കുവച്ചത് മകൾ ആത്മഹത്യ ചെയ്തിട്ടില്ല, മകളെ കൊന്നതാണെന്നുള്ളൊരു വലിയൊരു ആരോപണം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് 5 മണിയോടുകൂടി ഇന്ദുജയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയാക്കി. ഇപ്പോൾ ആദിവാസി ക്ഷേമ സമിതിയും ആദിവാസി മഹാസഭയും ഇപ്പോൾ പാലോട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്രതിയെ എത്രയും വേഗം റിമാൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ സംഘടനകളും കുടുംബവും ഉന്നയിക്കുന്നത്. പക്ഷേ റിമാൻഡ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ CIയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട്. പ്രധാനമായും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ റിമാൻഡ് ചെയ്യാനുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നിട്ടില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രതിയെ റിമാൻഡ് ചെയ്യുക. മറ്റൊരു പ്രതിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അരുൺ ഈ അവസരത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവരം അരുൺ സോളമൻ നൽകുന്നു. ഇന്ദുജയുടെ മരണത്തിൽ ഒരു പ്രതിയെ കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പോലീസ് അന്വേഷണം നടക്കട്ടെ.